ഹലോ, ഇവിടെ എന്നൊക്കെ ഉണ്ട്? കുഴിമന്തി ഉണ്ട്, അൽഫാം ഉണ്ട്, പൊറോട്ട ഉണ്ട്. റേഷൻ കട അരിയും ഗോതമ്പൊക്കെ ഉള്ളൂ. അപ്പൊ നിനക്കത് അറിയാം, എന്നിട്ട് നീ എന്നെ അളക്കാൻ വേണ്ടി വന്ന് ചോദിച്ചാണ് ഇവിടെ എന്നാക്കുള്ളത്. സ്റ്റാർട്ടിംഗ് ട്രബിൾ മാറാൻ വേണ്ടി ചോദിച്ചു. പിന്നെ സ്റ്റാർട്ടിംഗ് ട്രബിൾ മാറാൻ നമ്മളെന്ന് വെച്ചാൽ കമിതാക്കളാണല്ലോ. അതല്ല, എന്നാ പറ, ഇവിടെ എന്നൊക്കെ ഉണ്ട് ഇപ്പം? ഇവിടെ അരിയുണ്ട്, ആട്ടയുണ്ട്. ആണോ? ബജാജിന്റെ ആണോ ആപ്പയുടെ ആണോ? എന്നത് ആട്ടോ ഉണ്ടെന്ന് പറഞ്ഞത്? ഓടിക്കണ ഓട്ടോയല്ല, ആട്ടയില്ലേ, ഗോതമ്പിന്റെ ആട്ട ഉണ്ടെന്ന്. ആശീർവാദിന്റെ ആട്ട കിട്ടുമോ? ആശീർവാദിന്റെ ആട്ട തരാം. ഞാൻ ആന്റണി പെരുമ്പാവൂരല്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്മ കഴിഞ്ഞാൽ അങ്ങോട്ട് മരിച്ചുകൊണ്ട് ചെയ്തില്ലേ? അമ്മ മരിച്ചുപോയി. എന്നിട്ട് പേര് വെട്ടിയായിരുന്നോ? ഇല്ല, തെക്കപ്പുറത്ത് മാവ് വെട്ടിയായിരുന്നു. റേഷൻ കാർഡിൽ നിന്ന് പേര് വെട്ടിയെന്നാണ് ഞാൻ ചോദിച്ചത്. വെട്ടില്ല. ആള് മരിച്ചു കഴിഞ്ഞാൽ വീട്ടിലൊരാൾ മരിച്ച 6 മാസത്തിനുള്ളിൽ പേര് വെട്ടി അത് ക്ലിയർ ചെയ്യണം. വെട്ടണം പറഞ്ഞാ പോരാ, വെട്ടണം. ഈ അമ്മ ഇങ്ങനെ മരിച്ചെങ്ങനെയാണ്? ഡോക്ടർ പറഞ്ഞ അമ്മയ്ക്ക് ശരീരത്തിൽ H2O-യുടെയും അന്നജത്തിന്റെ കുറവ് കൊണ്ടാ മരിച്ചെന്നാ. സ്വന്തം നള്ളനെ പട്ടണം കിട്ടി കൊന്നിട്ട് അവൻ രാസനാമം പറഞ്ഞിട്ടാണ്. നിങ്ങൾ എന്നെ എങ്ങനെ സാധിക്കും? നിനക്ക് പണിക്ക് പോകാൻ പാടില്ലടാ. തന്നെ ഞാൻ തപ്പി നടക്കുമായിരുന്നു. താനല്ലേ സോഷ്യൽ മീഡിയ വന്നിട്ട് നിനക്കൊക്കെ വല്ല പണിക്കും പോക്കണമെന്ന് കമന്റ് സോഷ്യൽ മീഡിയയിലെ കമന്റും പിടിച്ചോണ്ടിരിക്കുക, എന്നാലും ഇയാൾക്ക് പണിക്ക് പോകാൻ പറ്റത്തില്ല. ഞാൻ എങ്ങനെ പണിക്ക് പോകാനാ? ഞാൻ ചെന്ന് കയറുന്ന സ്ഥാപനം മുടിഞ്ഞ് വെണ്ണീറാകുമെന്ന് നാട്ടിൽ മുഴുവൻ പറഞ്ഞു വരത്തേക്കുമല്ലേ. ആരാ ഈ കണ്ണി ചൊറിയില്ലാത്ത വാർത്ത പറഞ്ഞു വരുത്തിയത്? ഞാൻ തന്നെ. പണിക്ക് പോകേണ്ടി വരത്തില്ലേ? എന്നാലും പണിക്ക് പോകാൻ പറ്റിയല്ലോ അല്ലേ? അങ്ങനെ പറയുന്നത്. ഞാൻ ക്ലേ മോഡലിംഗ് ചെയ്യുന്നുണ്ട്. ക്ലേ മോഡലിംഗ് എന്ന് പറയുമ്പോ ചെളി കൊണ്ട് പ്രതിമ ഉണ്ടാക്കുന്ന പരിപാടി. ഇവിടെ വന്ന് ഇമാതിരി ചെളി അടിച്ചിട്ട് അത് വാരിഞ്ഞ് പ്രതിമ ഉണ്ടാക്കും. സാധിക്കണ്ടാവേ സുഹൃത്ത്. എന്നെ കളിയാക്കാൻ സാധനം എടുക്കാനുള്ള പരിപാടി. സാധനം എടുക്കാം. ഒരു കാർഡ് എടുക്കൂ. കാർഡ് എടുക്കാൻ ഞാൻ തത്തമ്മയാണോ? ഈ കൗണ്ടർ അടിച്ച നിന്റെ മണ്ണെണ്ണയുടെ പെർമിറ്റ് ഞാൻ കട്ട് ചെയ്യും. മറ്റേ കൗണ്ടർ അടിച്ചത് ഇപ്പൊ അരിയും കൂടെ പോയത്. ഏത് കൗണ്ടർ? പറയുന്നില്ല, അതിന്റെ അരി കട്ട് ചെയ്യാനുള്ള പരിപാടി. എങ്ങനെ ഇതൊക്കെ മണ്ടത്തരം പറയാൻ സാധിക്കണം? എനിക്ക് എന്നാന്നറിയോ, എന്റെ അമ്മ എന്നെ 12ാം മാസത്തെ പ്രസവിച്ചത്. അതിന്റെ ഒരു പ്രശ്നമുണ്ട്. അത്ഭുത മനുഷ്യനാണ് നിൽക്കുന്നത്. 12ാം മാസത്തില്. അയ്യോ, സാധാരണ മാസം തികയാതെ ജനിച്ചെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് മാസം ഓവറായിട്ട് ജനിച്ച ഒരാളെ ഗിന്നസ് റെക്കോർഡാണ് കേട്ടോ നിങ്ങള്. നിന്റെ വർത്താനം കേട്ട 12ാം മാസം ഡിസംബർ വേറെ ആരെയും പ്രസവിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ഡിസംബർ 12ാം മാസം ജനിച്ചെന്നാണോ? നീ ആരെ 12ാം പറഞ്ഞ? നീ വിട്ടേരെ. വന്ന കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് മേടിച്ചോണ്ട് പോകാൻ നോക്ക്. എനിക്ക് പോകാനേ സംഭവം കാർഡ് വരണം. അതിന്റെ കുഴപ്പമുണ്ട്. കാർഡില്ലാണ്ടാണ് റേഷൻ മേടിക്കാൻ വേണ്ടി വന്നേക്കണത്. അല്ലാതെ ഞാനും പെണ്ണും പിള്ളേരും ഈ ഉടക്കുണ്ടാക്കി ഡിവോഴ്സിന്റെ വക്കി നിൽക്കുക. അപ്പൊ 2 വീട്ടിലായിപ്പം. അവളുടെ വീട്ടിൽ, ഞാൻ എന്റെ വീട്ടിൽ. എന്നിട്ട് റേഷൻ കാർഡ് ഒറ്റ റേഷൻ കാർഡാണ് അവളുടെ കയ്യിലായി പോയി. അപ്പൊ ഇവിടെ റേഷൻ കടയിലേക്ക് വരുന്നുണ്ട്. എനിക്കൊരു ഹിന്റ് കിട്ടി. അങ്ങനെ ഞാൻ വന്ന അവിടെ വരുമ്പോ എന്നാലും റേഷൻ കടക്കാരന് സ്വസ്ഥമായിരിക്കും. ഹായ് ബിന്ദു. എങ്ങടാ കൊച്ചു പിള്ളേർക്ക് ഐസ്ക്രീം കിട്ടിയ സന്തോഷം അവന്. ഹായ് ബിന്ദു. എന്തടാ നിനക്ക്? ഞാൻ പറഞ്ഞു ബിന്ദു, ഞാനൊരു കാര്യം പറയും. ബിന്ദു ഇന്നലെ ഹോസ്പിറ്റലിൽ വന്നപ്പോ ഈ സാരി കൊടുത്തായിരുന്നേ. പിന്നെ ഞാൻ അക്ഷയ വന്നപ്പോ സെയിം സാരി കൊടുത്തായിരുന്നു. ഇത് മാറിക്കൂടെ? അപ്പം ബിന്ദുവിന്റെ ഫോളോവർ ആണല്ലേടാ നീ. ഞാനൊരു കാര്യം പറയാം. പഞ്ചാര ഉണ്ട് മധുട്ടാ. പഞ്ചാര തീർന്നു ബിന്ദു. ആര് പറഞ്ഞു? നിന്റെ കിരീക്കട ഒഴുകുവാണല്ലോ. നിങ്ങളിപ്പോ എന്നാ പൂച്ചിച്ചേ? നിന്നെ കെട്ടി അന്ന് തുടങ്ങിയ എന്റെ കഷ്ടകാലം. അയ്യോ, ഞാൻ വിചാരിച്ചുള്ളൂ ഈ ഡയലോഗ് എന്താ പറയാത്തേന്ന്. ലോകത്തുള്ള സകല കോന്തം ഭർത്താക്കന്മാരും പറഞ്ഞ ഒരൊറ്റ വാക്കാണ്, നിന്നെ കെട്ടി അന്ന് തൊട്ട് എന്റെ ജീവിതം നശിച്ചു. ഇതിനു മുമ്പ് നിങ്ങൾ അംബാനി ആയിരുന്നല്ലോ. ഞാൻ സമയത്തുണ്ടല്ലോ, നിങ്ങൾ കേൾക്കണം. ഞാൻ ബ്രില്യന്റ് ആയിരുന്നു, ബ്രില്യന്റ്. അയ്യോ, നിങ്ങൾ കേൾക്കണം. ബ്ലഡ് ഗ്രൂപ്പിലല്ലാതെ ഒരു A+ ഈ മനുഷ്യന് കിട്ടിയിട്ട് ഞാൻ അറിയില്ല. അപ്പോഴെങ്കിലും ഞാൻ പോസിറ്റീവ് ആണ്. നീ അപ്പോഴും നെഗറ്റീവ് അല്ലേ? എങ്ങനെ നെഗറ്റീവ് ആവാണ്ടിരിക്കും? നിങ്ങളുടെ കൂടെ ഞാൻ അടിമയായിട്ടല്ലേ ജീവിച്ചത്? അടിമയായിട്ടല്ലേ? മധുവേട്ടൻ കേക്കണം. മധുവേട്ടൻ കേൾക്കാൻ നിൽക്കുവാണല്ലോ. എന്റെ വീട്ടിൽ എന്റെ അച്ഛനും അമ്മയും എന്നെ ഫ്രീ ആയിട്ടാണ് വളർത്തിയത്, അറിയോ? പിന്നെ ബാക്കിയുള്ള തന്തേന്നൊക്കെ പിള്ളേരെ പേയ്മെന്റ് കൊടുത്തല്ലേ വളർത്തുന്നത്? അല്ല പറഞ്ഞത്, ഫ്രീ ബേർഡ് ആയിട്ടാണ് വളർത്തിയത്. ഞാനും ഫ്രീ മെയ്ഡ് ആയിട്ടാണ് വളർന്നത്. അതുള്ളതാട്ടാ. ഈ ബേർഡ് പറന്നു എന്നിരിക്കാത്ത ഒരൊറ്റ മരച്ചില്ല ഞങ്ങളുടെ പഞ്ചായത്തിലേക്ക്. പറന്ന് മടക്കുമ്പോ ഇരിക്കുന്നതല്ലേ? നീ കൂടുതൽ ഡയലോഗ് ചരിത്രം എനിക്കറിയാം. എന്താ എന്റെ ചരിത്രത്തിനോട്? അത് നീ കേൾക്കണം. വീട് ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ 5 കിലോ റേഷൻ അരി കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞ് വീടിന്റെ വാർക്ക പൊളിച്ച് മാറ്റി ഷീറ്റ് ഇട്ടവളാണ് ഇവളുടെ തള്ള. എന്റെ വീട്ടുകാരെ കുറിച്ച് പറയുന്നതിന് 1000 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. സർവീസ് എടുക്കുമ്പോ മരിച്ച ഒരാളുടെ മോളാണ് ഞാൻ, കേട്ടാ. ആ പറഞ്ഞ കാര്യം ഉള്ളത് കേട്ടോ. ഇവരുടെ വീട്ടിൽ ബാത്റൂം ഇല്ല. ഇവിടെ അച്ഛൻ രാവിലെ വെളിക്കിരിക്കാൻ ചെന്നിരുന്ന പൊട്ടിക്കിടന്ന സർവീസുകാരന്റെ പുറത്ത് അതാണ് സർവീസ് ഉള്ളതാണ്. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡിവോഴ്സ് കിട്ടണ വരെയുള്ള നിങ്ങളുടെ അഹങ്കാരം, കേട്ടോ. ഞാൻ ഒരു ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ഈ ഡിവോഴ്സ് ചെയ്യാനുള്ള പ്രശ്നം എന്താ നിങ്ങളുടെ ലൈഫിൽ? ചോദിക്കും.
ഈ നിൽക്കുന്ന കാലമാടനുണ്ടല്ലോ ഡെയിലി സ്റ്റാറ്റസ് ഇടും. സ്റ്റാറ്റസ് ഇടാനാണോ ഡിവോഴ്സ് ചെയ്യണത്? അവളോട് ചോദിക്കുന്നത് അത് അങ്ങനെയുള്ള സ്റ്റാറ്റസ് ഒന്നല്ല. പിന്നെ? ഈ മനുഷ്യൻ വീട്ടിലോട്ട് വന്ന ഉടനെ എന്നെ ചേർത്ത് പിടിച്ചിട്ട് ഫോട്ടോ എടുത്തിട്ട് സ്റ്റാറ്റസ് ഇടും ഭാര്യയോടൊപ്പം. നല്ല ക്യാപ്ഷൻ. ആണല്ലോ. പിറ്റേ ദിവസം അതേപോലെ എന്നെ ചേർത്ത് പിടിച്ച് എന്റെ മക്കളെയും ചേർത്ത് പിടിച്ച് ഫോട്ടോ എടുത്തിട്ട് വരും വീടാണ് സ്വർഗം. അതാണ് സ്നേഹം. അത് സ്നേഹം കൊണ്ടല്ല, ഇങ്ങനെ കാമുവിക്ക് സിഗ്നൽ കൊടുക്കാണ്, വീട്ടിലാണ് വിളിക്കരുത്. ശരി, ഈ ബുദ്ധി എനിക്ക് നേരെ തോന്നിയില്ലല്ലോ. അല്ല മധുവായിട്ട് ഒരു കാര്യം അറിയോ എന്നാ ബിന്ദു പറ ബിന്ദു. ഓ അവൻ എന്നാ ഫീലിംഗാ? ബിന്ദുവിൽ എന്തെങ്കിലും ഫീലിംഗ് കൊണ്ട് എനിക്ക് ഫീൽ ചെയ്യും. മധുവേട്ടാ, ഈ മനുഷ്യൻ ചില ദിവസം രാത്രി ഞാൻ നോക്കുമ്പോ എന്റെ അടുത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ടാവില്ല മധുവേട്ടാ. എവിടെ പോണ എഴുന്നേറ്റ് രാത്രി? എവിടെ പോകണം ഞാൻ ചോദിച്ചപ്പോ ഈ കാലമാടൻ എന്റെ അടുത്ത് പറയാം ATM കൗണ്ടർ പോയതാണ്. ATM പോണേ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, പൈസ എടുക്കാൻ വേണ്ടി ATM. സ്വന്തമായിട്ട് അക്കൗണ്ട് ഇല്ലാത്ത ഈ കാലം എവിടെന്ന ATM അത് പറ. എന്നാ ബിന്ദു നീ അറിഞ്ഞോ, ഞാൻ നീ അറിയാതെ ഒരു അക്കൗണ്ട് തുടങ്ങി. ആ അക്കൗണ്ട് എനിക്ക് അറിയാലോ. ആ അക്കൗണ്ട് തുടങ്ങിയ ബാങ്കിന്റെ പേരാണ് ബിന്ദു. ബിന്ദു എന്ന് പറഞ്ഞ ബാങ്ക് ഉണ്ടോ? പിന്നെ എന്റെ വീടിന്റെ 4 വീട് അപ്പുറത്ത് ഓടിട്ടൊരു വീട് കണ്ടിട്ടുണ്ടോ? അതാണ് ഇങ്ങനെ ബാങ്ക് ബിന്ദു. അത് ശരി, അപ്പൊ ബിന്ദു എന്ന് പറഞ്ഞ ഉണ്ടല്ലേ? ബിന്ദു അങ്ങനെ കാമുകിയുടെ പേര്. പേരെന്നാ? എന്റെ പേര് ബിന്ദു. അപ്പൊ ബിന്ദുവിൽ നിന്നും ബിന്ദുവിലേക്ക് ആടുന്ന പെൻഡിലാണോ അങ്ങായിട്ട് മുണ്ടഴിച്ചിട്ട് നിൽക്കുന്നത്? നമ്മുടെ പറയിപ്പിക്കണ്ട എന്നെ കൊണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. ഭാര്യമാരെ സ്നേഹം കിട്ടിയില്ലെങ്കിൽ ഭർത്താക്കന്മാര് വഴി പഠിച്ച് പോകും. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിട്ടില്ലേ? സ്നേഹിച്ചിട്ടില്ലെന്ന് മധു നീ കേൾക്കണം. പറയൂ. പ്രേമിച്ച് നടന്ന സമയത്ത് ഇവൾ എന്നും എനിക്ക് മെസ്സേജ് അയക്കുമായിരുന്നു. എവിടെയാണ് കുട്ട, എപ്പോൾ വിളിക്കും കുട്ട. കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു. കൊണ്ട് കുട്ടാന്നല്ല, വരുമ്പോ 4 മുട്ട കൊണ്ടുവരുന്നു. എങ്ങനെ ഞാൻ നിങ്ങളുടെ സ്നേഹത്തോടെ പെരുമാറും? എന്തെങ്കിലും ഒരു ദിവസം നിങ്ങൾ എന്നോട് റൊമാൻസോടെ പെരുമാറുണ്ടോ? ബിന്ദു നമ്മൾ പറയണത് ശരിയല്ല കേട്ടോ. ഞായറാഴ്ച ദിവസം 5 മിനിറ്റ് റൊമാൻസിന് വേണ്ടി വെക്ക് ഞാൻ കൊടുത്തു. 5 മിനിറ്റ് കൊണ്ട് റൊമാൻസോ? ഇതിനുള്ള വല്ല മാഗി ഉണ്ടാക്കുവാണോ അത്? റൊമാൻസിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതൊക്കെ നിങ്ങൾ ആ സിനിമ ഒന്ന് കാണണം. ആ കുഞ്ചാക്കോബം, ആ ദുൽഖർ സൽമാൻ എന്തൊരു റൊമാൻസ് ആയിട്ടാണ് പെരുമാറുന്നത്. എടി ചോദിക്കുന്ന കാശ് നല്ലൊരു പെങ്കൊച്ചിനെ കിട്ടി, അതിന്റെ അപ്പുറത്ത് റൊമാൻസ്. അത് ശരി. അപ്പൊ ഞാൻ കാശില്ലാത്തവള്, എന്നെ കാണാൻ കൊള്ളാത്തവളല്ലേ? നിങ്ങളോട് കല്യാണത്തിന് മുമ്പ് എന്താ നിങ്ങൾ എന്നോട് പറഞ്ഞത്? നിങ്ങൾ എന്നെ ബൈക്കിൽ കൊണ്ടുവന്നു, മലേഷ്യക്ക് ടൂർ കൊണ്ടുവന്നു, സിനിമ കൊണ്ടുവന്നു. നിങ്ങൾ എവിടെങ്കിലും എന്നെ കൊണ്ടുപോയാ? നിങ്ങൾ എത്രയെങ്കിലും എനിക്ക് റൊമാൻസ് ഉണ്ടോ? പറ. എന്റെ മധു നീ പറ, ഈ വയലൻസിന്റെ ഇടയ്ക്ക് എവിടെ കൊണ്ട് ഞാൻ റൊമാൻസ് കയറ്റുവിടാം? കടുപ്പാണ് കേട്ടോ, വയലൻസ് കടുപ്പാണ് കേട്ടോ. നിങ്ങളെ കല്യാണം കഴിച്ചതാണ് എന്റെ ജീവിതത്തെ പറ്റി എനിക്ക് ഏറ്റവും വലിയ തെറ്റി. ഞാൻ യേശുദാസ് ഒറ്റ ഒരാൾ കാണണം ഞാൻ ഇപ്പൊ അറിയോ? ദാസേട്ടനാണ് നിങ്ങളുടെ കല്യാണം നടത്തിയത്? ആടാ പുള്ളി ബ്രോക്കറാണ്, 3% കമ്മീഷൻ കൊടുത്തു. ഉള്ളതാണോ നോയിടെ വെളിവില്ലാത്തവന്? അതാണ് പറഞ്ഞത്. പുള്ളി ഒരു പാട്ട് പാടിയിട്ടുണ്ട്, പൂമുഖവാദികൾ സ്നേഹം നടത്തുന്ന പൂന്തിങ്ങളാകുന്ന ഭാര്യ. നല്ല പാട്ട്. ആ പാട്ട് കേട്ട് കല്യാണം കഴിച്ചവരാണ് കേരളത്തിലെ 90% പുരുഷന്മാർ. അപ്പൊ ബാക്കി 10% പുരുഷന്മാർ അവർ ആ പാട്ടും കേട്ടിട്ടില്ല, പെണ്ണും കേട്ടിട്ടില്ല, ഭാഗ്യവാന്മാർ. എനിക്ക് ഡിവോഴ്സ് കിട്ടണം. എനിക്കും കിട്ടണത് ഞാനാണ് ആദ്യം പറഞ്ഞത്, അതുകൊണ്ട് എനിക്ക് ആദ്യം അവസാനമൊന്നുമില്ല, എനിക്കും കിട്ടണം. ആയിക്കോട്ടെ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് കുടുംബ കോടതിയല്ല, റേഷൻ കടയാണ്. റേഷൻ വേണമെങ്കിൽ അത് പറ. എനിക്ക് അരി മണ്ണെണ്ണ എനിക്ക് നേരത്തെ പോണ്ടതാ, അല്ലാതെ വീടും കൂടി ഇല്ലാത്ത പോലെയല്ല. ഒരു ആന്തോളനം ഇല്ലാണ്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. ബിന്ദു എന്താ പറഞ്ഞ? ആന്തോളൻ എന്ന് പറയുമ്പോ ഞാൻ ഉദ്ദേശിച്ച ദോളനാണോ? ഈ സഹായത്തിനൊന്നും ആരും ഇല്ലാണ്ട് ഒറ്റയ്ക്ക് ജീവിക്കില്ലേ? ആൺതുണ അതാണോ ആന്തോളൻ? അങ്ങനെ ജീവിക്കണ ഒരു പെണ്ണിന്റെ വിഷമം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. അല്ലെ ബിന്ദു ഇപ്പൊ എവിടെ താമസിക്കുന്നത്? എവിടെയാ? നമ്മളെ ഇങ്ങോട്ട് വരുമ്പോ ഒരു വളവില്ലേ, അവിടെ ഒരു പരീക്ഷ ഹാളില്ലേ? അവിടെ വളവിൽ എവിടെയാണ് പരീക്ഷ ഹാള്? ആ പള്ളിയുടെ അപ്പുറത്ത് ഒരു പരീക്ഷ ഹാളില്ലേ വലിയ? പരീക്ഷ ഹാളാണോ ഉദ്ദേശിച്ചത്? പരീക്ഷാ ഭവനുമായിട്ട് വന്നത് അവിടെയാണ് ഒറ്റയ്ക്ക് താമസിക്കുന്നത്. അവിടെ അടുത്ത് വീടുകളൊന്നുമില്ലേ? ഒരൊറ്റ മനുഷ്യ ജീവി ആ ഭാഗത്തില്ല. വീട്ടില് പട്ടിയുണ്ടോ? ഇല്ലെന്നേ. അപ്പൊ റേഷൻ അല്ല, കരിഞ്ചന്തയാണ് നിന്റെ ലക്ഷ്യം. എനിക്ക് അരി തരുന്നുണ്ടെങ്കിൽ എനിക്ക് വീട്ടിൽ പോണ്ടതാ. അരി വേണമെങ്കിൽ ആദ്യം ഇതിനകത്ത് നമ്മള് മറ്റേ വിരലേക്കണല്ലേ? എന്താണ് ബിന്ദു ഒന്നോടെ ശരിക്കും വെള്ളുപോയി? അത് അങ്ങോട്ട് അമർന്നു. അങ്ങനെയല്ല, പെട്ടെന്ന് ഇങ്ങനെ അന്യപുരുഷന്റെ സ്പർശനേറ്റ കുലസ്ത്രീ വൈബ്, കുലസ്ത്രീ വൈബ്. വെച്ച് ഒന്നോടെ വെച്ച് ഒന്നുമില്ല. കൺഗ്രാജുലേഷൻ. ഇതിനൊക്കെ അറിയാൻ പറ്റുവാ? ആരടി ഇതിന്റെ ഉത്തരവാദി? ഗർഭിണിയാന്നല്ലേ അവൻ പറഞ്ഞു. ഒന്നും പറയണ്ട, കൺഗ്രാജുലേഷൻ പറഞ്ഞ് ക്ഷയിക്കാൻ കൊടുത്ത ഉറപ്പ് ഗർഭിണിയാ. എനിക്ക് അനുഭവമുള്ളതാണ്. എന്റെ പൊന്നളവ് ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഞാൻ ഇതിൽ ഞെക്കി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രത്യേക അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഇത്ര നാൾ BPL അല്ലായിരുന്നോ? ഇപ്പൊ നിങ്ങൾ APL ആയിട്ട് മാറിയിരിക്കുകയാണ്. അയ്യോ, അതിനെന്തിനാ ടെൻഷൻ അടിക്കുന്നത്? എന്തിനാണ്? ബിന്ദുവിന് അറിയാവോ, നമ്മുടെ ഇവിടെ ജുവലറി നടത്തുന്ന ജോയി എന്ന് പറഞ്ഞ പുള്ളിയില്ലേ, പുള്ളിയൊക്കെ APL ആണ്. നിങ്ങളിപ്പോ പുള്ളിയുടെ സെയിം കാറ്റഗറിയിലായിരിക്കുകയാണ്. സന്തോഷിക്കൂ.
നാളെ രാവിലെ പോയിട്ട് ആ മനുഷ്യന്റെ മുഖത്തോട്ട് 4 തെറി വിളിക്കണേ. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു 1 ഗ്രാമിന്റെ ഒരു മോതിരം കടം തരുമെന്ന് വെച്ചപ്പോ പട്ടി നാട്ടുന്ന പോലെ എന്നെ ആട്ടിയതാണ് ആ മനുഷ്യൻ. എനിക്ക് പോയിട്ട് പറയാടാ ജോയി, ഞാൻ നീയൊക്കെ പോരെ ലെവലാണ്. ഇനി വെളിവില്ലാത്തവളെ രേഖയിൽ മാത്രമേ APL ആയിട്ട് ഇപ്പോഴും പഴയ ദാരിദ്ര്യവാസികൾ തന്നെ. ആണോ? എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ APL ആയി. ഈ മാനദണ്ഡം എന്നാ മാനദണ്ഡം വെച്ചിട്ട് ഈ APL ആണ് സർക്കാർ പറഞ്ഞ മാനദണ്ഡം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ കാറുണ്ടോ? കാർ ഒരു ചെറുതുണ്ടോ? കാറുണ്ട്. അപ്പൊ പിന്നെ സർക്കാർ പറഞ്ഞ മാനദണ്ഡം അമ്പലത്തിൽ മരിക്കുന്ന കീ കൊടുക്കുന്ന കാറാ. മതി. 4 വീലാണോ? സർക്കാരിന് അത് മതി. പിന്നെ ഗൾഫിൽ ആരെങ്കിലും ഉണ്ടോ? ഗൾഫിൽ ഒരുപാട് പേരുണ്ടല്ലോ. മതി. ഞങ്ങളുമായിട്ട് ബന്ധമുള്ളവരല്ലെന്ന്. വേണ്ട, ഗൾഫിൽ ആളുണ്ടോ? പിന്നെ ഗൾഫിൽ ആള് സർക്കാരിന് അത് മതി. APL ആവാൻ സർക്കാരിന് അത് മതി. അല്ല, അപ്പൊ ഞങ്ങൾ അരിയും മണ്ണെണ്ണൊക്കെ എങ്ങനെ മേടിക്കും? അരിയും മണ്ണെണ്ണയൊക്കെ മേടിക്കണം എന്നുണ്ടെങ്കിൽ പൈസ തന്നെ, എന്നാലേ APL സംഭവം കിട്ടുള്ളൂ. പൈസ തരുന്ന മേടിക്കേണ്ട അരിയാണെങ്കിൽ എനിക്ക് ആദ്യം അരിയൊന്ന് കാണിക്കും. അരിയൊക്കെ ഞാൻ കാണിച്ചു തരാം. അതിനിപ്പോ എന്നാ അരി ഈ സാധനത്തിന് ഇത്രയും വികാരം ഉണ്ടെന്ന് ഞാൻ നിന്റെ അരിമണത്തിലാകട്ടെ ഇത് വിഷയാകും. ബിന്ദു എഴുന്നേക്ക്. ബിന്ദു എനിക്ക് എന്താ മധുവേട്ടാ? എനിക്ക് എന്താ മധുവേട്ടാ? എനിക്ക് എന്താ മധുവേട്ടാ? എന്താ ബിന്ദുവിന് ഒന്നുമില്ല. ഒന്നുമില്ലേ? ഒരുമാതിരി പോക്കർത്തരം പറയുന്നത്. നിങ്ങളല്ല പറഞ്ഞത് അരി ആട്ടൊക്കെ ഉണ്ടെന്ന്. മണിച്ചിത്രത്താഴ് സിനിമ കാണാതെ അരി മേടിക്കാൻ വന്നേക്കുവാ. അയ്യോ, ആ സിനിമ കണ്ടില്ല. അത് ശരിയല്ലേ? ഇവരെങ്ങോട്ടാ പറഞ്ഞു കയറി പോണത്? എന്താന്നാണ്? എന്റെ പൊന്നു ബിന്ദു, നിനക്ക് ശാരീരികമായിട്ട് ഒരു പ്രശ്നവും ഇല്ല. നിനക്ക് ഇവിടെ വേണ്ട സാധനം ഇവിടെ ഉണ്ട്. എന്നാ പിന്നെ അരി എങ്ങോട്ട് എടുക്ക്? അരി എടുക്കാം. പൈസ എടുക്കാം ആദ്യം. പൈസ ഇല്ല. ഇല്ലാണ്ട് APL അരി കിട്ടില്ല. പൈസ വേണം അരി കിട്ടണമെന്നുണ്ടെങ്കിൽ. പൈസ എന്താ? അരി എനിക്കതാ. അതെ, ഇവിടെ പൈസ ഉണ്ട്. അപ്പൊ ഇവിടെ അരി കിട്ടും. ഓക്കെ, പിടിച്ചോ. കൊണ്ടുവരൂ. പിടിച്ചേ. പൈസ ഇല്ലാത്തൊരു തക്കര അരി മേടിക്കാം. 5 കിലോ അരി. ഓക്കെ. ഒന്ന് വിളിക്കായിരുന്നില്ലേ? ആരുമില്ലെന്ന് പറഞ്ഞതല്ലേ? ഞാൻ ആരാ? അതെ കാർത്തുമ്പി. അല്ല ബിന്ദു, ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. എന്താ? വേഗം ചോദിച്ചോളൂ. പോരുന്നു എന്റെ കൂടെ. എങ്ങോട്ട്? സപ്ലൈകോയിലേക്ക്. ഈ കാറില്ലാതെ ചെന്നാലേ അവിടുന്ന് ഒരു കുന്തം കിട്ടത്തില്ല. അതല്ലേ, ഞാൻ ഒറ്റക്കല്ല, പിന്നെ നമ്മൾ ഒരുമിച്ച്. സംഭവം APL ആയാലെന്താ? കുടുംബം ഒന്നിച്ചില്ലേ? ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.